യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. നാളെയാണ് ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസം. അനേകം ആളുകൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. ഓരോ വചനങ്ങളും വാടി നിൽക്കുന്ന ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെയാണ്. വാടി നിൽക്കുന്ന ഒരു ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയും. പല മനുഷ്യരും വാടി നിൽക്കുന്ന ചെടി പോലെയാണ്. പക്ഷേ വാടിപ്പോയ ആ ചെടിയുടെ ചുവട്ടിൽ, ആ ജീവിതത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ദൈവവചനമാകുന്ന ജലമാണ്. അത് ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്കാണ് കാരണമാകുന്നത്. ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഈ വ്യാഴാഴ്ച ദിവസം ഈ വചനം കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 4 മുതലുള്ള വാക്യമാണ് വായിക്കുന്നത്. 13-ാം അധ്യായം 4 മുതൽ. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു, പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തു വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചിലത് നല്ല നിലത്തു വീണു. നല്ല നിലത്ത് വീണു. കർഷകൻ്റെ കയ്യിലിരുന്ന ആ വിത്ത് അത് നല്ല നിലത്ത് വീണൂന്ന്. നല്ല നിലം. ഞാനിങ്ങനെ ചിന്തിക്കും, ഇത് വചനമാകുന്ന വിത്തിനെ കുറിച്ചാണ്. നമ്മൾ എഴുതി പ്രാർത്ഥിക്കുന്ന നിയോഗവും ഒരു വിത്താണ്. നിയോഗം എല്ലായിടത്തും വിതച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും നിന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മളത് വിതയ്ക്കേണ്ടിടത്ത് വിതച്ചാൽ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കും. ഞാനിങ്ങനെ പറയാം, ഒരുപക്ഷെ നിങ്ങൾ ഈ വചനം കേൾക്കുന്നവർ, ഈ ആലയത്തിൽ വന്നവർ